ആ പ്രദീപേ, പറ. എടാ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു കേട്ടോ. അപ്പൊ ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയണത്. എനിക്കാണെങ്കിൽ ഒരുപാട് തിരക്കുകളുണ്ട്, ഒരു രക്ഷയില്ല. അപ്പൊ ഈ എന്തെങ്കിലും കാണിച്ചൊന്ന് പോവാൻ നോക്ക്. ആ ബാബു അച്ഛൻ ഇന്നെ വിളിച്ചേന്നേ. എടാ എനിക്ക് നോക്കിയ സമയമല്ല, ഇവിടെ സ്റ്റോക്ക് കടയിൽ വന്നിക്കണേ. ഈ സ്റ്റോക്കൊക്കെ നമുക്ക് ഇതാക്കണ്ടേ, റെഡി ആക്കണ്ടേ. എനിക്ക് തീരെ സമയമല്ല, ഭക്ഷണം കഴിക്കാനും കൂടി എനിക്ക് സമയമല്ല. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ എങ്ങനെയാണ് ഇപ്പൊ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അച്ഛനെ? അത് എല്ലാ ആഴ്ച ഇപ്പൊ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആ സുതി അവിടെ വെറുതെ നിൽക്കല്ലേ, ഓന് കൊണ്ടുപോയാൽ പോരെ? ഓനല്ലേ ഇപ്പൊ അച്ഛനെ കൊണ്ടുപോകല്? ആ അതന്നെ ഞാനും പറഞ്ഞേ, അച്ഛൻ സുധീനെയും കൂടിയാണ് പോയാൽ മതിയല്ലോ. ഓൻ ഏതായാലും ഒരു പരിപാടി ഇല്ല, സ്ഥിരമായിട്ട് ഓൻ തന്നെ പോവല്. നമ്മളെന്തിനാണ് ഇടങ്ങാറാക്കണത്? ഇതവിടെ താഴെ കടയിലില്ലേ? ഞാൻ ഇവിടെ കടയിൽ സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കാം. ഞാൻ താഴെ അങ്ങോട്ട് വരാം കേട്ടോ. ആയിരിക്കും, ആയിക്കോട്ടെ, ഇങ്ങോട്ട് വന്നാലേ. അത് അനിയനാണേ, അച്ഛന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. ഞാനിപ്പോ കാര്യമായിട്ട് നിങ്ങൾ അച്ഛന്റെ കാര്യം പറയാൻ വേണ്ടി വന്നതാ. അപ്പൊ അനിയോട് പേരുണ്ടെങ്കിൽ കാര്യത്തിൽ പൊട്ടി നിങ്ങൾ രണ്ടാളും ഇവിടെ നേരിട്ട് ഒന്ന് കാണുമ്പോൾ വെച്ച് കുറെ ദിവസം ഇങ്ങനെ നടക്കണേ. എല്ലാരും നല്ല തിരക്കിലാണ് ഇപ്പൊ. എല്ലാരും തിരക്കാവോ? ഓനൊന്ന് കാണാൻ വേണ്ടിട്ട് കാണാൻ വേണ്ടി. പ്രദീപേ, ബാബു, ഞങ്ങൾ രണ്ടാളും കുറെ കാണാൻ ശ്രമിച്ചു. പക്ഷെ നിങ്ങൾ രണ്ടാളും ഭയങ്കര തിരക്കാ. എപ്പോ നിങ്ങൾ വിളിച്ചാലും നിങ്ങളെ ഫോണ് ബിസിയാണ്. ഞാൻ ഇപ്പൊ നിങ്ങളെ അച്ഛനെ കണ്ടിന് ഇപ്പൊ നാള്. അപ്പൊ അച്ഛന് തീരെ സുഖമല്ല. അപ്പൊ അവിടെ കാര്യങ്ങളൊക്കെ നോക്കണത് സുധിയാണ്. അപ്പൊ അച്ഛങ്ങനെ പറയും ചെയ്ത് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ ഓനാന്നാ പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ലാസ്റ്റ് ഇപ്പൊ നിങ്ങളെ വണ്ടി എന്നിട്ട് പിന്നെ ഒച്ചമുണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവും. അതിപ്പോ ഞങ്ങൾ ഓരോ ബിസിനസ്സും ഓരോ തിരക്കുകളൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെയാണ് പതി. നിങ്ങളിപ്പോ തിരക്കും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ നടന്നോളി രണ്ടാളും. ഇനിയിപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താന്ന് അച്ഛൻ തീരുമാനിക്കും. നിങ്ങളൊക്കെ നിങ്ങളെ ഓർമ്മയിലുണ്ടാണ് നല്ല കേട്ടോ. ഞാൻ വരട്ടെ. അങ്ങനെ അച്ഛന്റെ ചടങ്ങുകളൊക്കെ ഇപ്പൊ അങ്ങനെ കഴിഞ്ഞു. അല്ല സുധിയ, അച്ഛന്റെ കഴുത്തിലൊരു മാല ഉണ്ടായിരുന്നല്ലോ, എങ്ങനെയാലും ഇപ്പൊ ഒരു 5-6 പവനൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാ എന്നോട്? അതെന്തായാലും ഒരു 5-6 പവൻ ഉണ്ടാവൂലേ? അത് നമ്മൾ മക്കൾ 3 അവകാശപ്പെട്ടാണല്ലോ ഇപ്പൊ അത്. അല്ല അങ്ങനെ തന്നെയല്ല ഇപ്പൊ നാട്ടു നടപ്പ്. അത് നമുക്ക് ഇപ്പൊ തന്നെ ഒരു തീരുമാനമാക്കാം. അത് അച്ഛന്റെ തകരപ്പെട്ടിയിലുണ്ടാവും, നീ പോയി നോക്കിയാ. അല്ല അതെങ്ങനെ ശരിയാവുക? ഞാനല്ല അച്ഛനെ കൂടുതൽ കൊണ്ടുനടന്നിക്കണത്. അപ്പൊ എനിക്ക് അർഹതപ്പെട്ടതല്ലത്. ഇതിപ്പോ അർഹതന്റെ കാര്യമൊന്നും പറയണ്ട. ഇതിപ്പോ മാല പോയി എടുത്തോണ്ട് പോവാ. മാല അവിടെ ഉണ്ട് കേട്ടോ, പക്ഷെ അവിടെ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അച്ഛന്. കുറിപ്പോ? നോക്കട്ടെ. കുറിപ്പുണ്ടതില്? അത് ചിലപ്പോ നമുക്ക് ഓരി വെച്ചെടുക്കേണ്ടത് എങ്ങനെയാന്നേ അത് എഴുതി വെച്ചതാവും. അതായത് മക്കളെ, നിങ്ങളെ ഓർത്തിട്ട് ഇപ്പൊ അച്ഛന് നല്ല അഭിമാനമുണ്ട്. കാരണം നിങ്ങൾ ഈ മാലേന്റെ കാര്യത്തിലും ഒരുമിച്ചല്ലോ. പിന്നെ നിങ്ങളെ വിളിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തിരക്കായിരുന്നു. എന്നാലും ഈ മാല നിങ്ങൾക്ക് 3 ആൾക്കും വീതിച്ചു തരണം തന്നെയാണ്. പക്ഷെ ശ്രുതിയാണല്ലോ എന്നെ കൂടുതൽ കാലം നോക്കിയത്. ഓന് ഈ മാല കൊടുത്താലോന്ന് ഒരാലോചനയുണ്ട്. ഓനാണെങ്കിൽ എന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ എന്നോടാണ് സ്നേഹം എന്നില്ലേ? പലവട്ടം മോനത് തെളിയിച്ചിട്ടുണ്ട്. അല്ല അച്ഛാ, ഇത് എത്ര പവനാണ് ഈ മാല? അതൊക്കെ അത്യാവശ്യത്തിന് പവണ്ട്. എമ്മന്നൊരു കുട്ടികളാ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾ 3 ആൺകുട്ടികളും ഇന്റെ തന്നെയാണല്ലോ. നിങ്ങൾ എങ്ങനെ എനിക്ക് വേറിച്ച് കാണാൻ പറ്റുമോ? പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ, ഞങ്ങളെപ്പോലത്തെ മാതാപിതാക്കളെ നിങ്ങളെപ്പോലത്തെ മക്കള് നോക്കണെങ്കിലേ ഞങ്ങളെ കയ്യിൽ ഇതേമാതിരത്തെ മുക്കുപണ്ടെങ്കിലും വേണ്ടടാ. വല്ലാത്തൊരു താന്തന്നെ കേട്ടോ. വരട്ട തന്ത. Yeah.